ഹലോ ഫ്രണ്ട്സ്, കേരളത്തിലെ നദികളിൽ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ എന്നീ നദികളെപ്പറ്റി നമ്മൾ പഠിച്ചു. ഇന്ന് കേരളത്തിലെ മറ്റ് നദികളും അവയുടെ പ്രത്യേകതകളും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചാലിയാറിനെ പറ്റി പഠിക്കാം. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളം. 244 കിലോമീറ്റർ പെരിയാർ, 209 കിലോമീറ്റർ ഭാരതപ്പുഴ, 176 കിലോമീറ്റർ പമ്പ നദി, 169 കിലോമീറ്റർ ചാലിയാർ. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരിക്കുന്ന്, വയനാട്ടിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ് ചാലിയാർ നദിയുടെ ഉത്ഭവം. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ തുടങ്ങിയവയാണ് ചാലിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചാണ്. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചാണ്? ബേപ്പൂരിൽ വെച്ചാണ്. ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. 169 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ വെച്ച്. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ അറബിക്കടലുമായി ചേർന്നത് ബേപ്പൂരിൽ വെച്ചാണ്. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് KA റഹ്മാൻ. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗ്വാളിയോർ റയോൺസ്. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് KA റഹ്മാൻ. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗ്വാളിയോർ റയോൺസ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരമാണ് ചാലിയാർ. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. 169 കിലോമീറ്റർ. വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ വെച്ച് ഉത്ഭവിക്കുന്നു. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിൻ്റെ സമിതിയുടെ സ്ഥാപക നേതാവാണ് ആര്? KA റഹ്മാൻ. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗ്വാളിയോർ റയോൺസ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. അടുത്തത് നമ്മൾ നോക്കുന്നത് ചാലക്കുടി പുഴയാണ്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ 145.5 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് ചാലക്കുടി പുഴ. പെരിയാറിൻ്റെ നീളം എത്രയായിരുന്നു? 244 കിലോമീറ്റർ. ഭാരതപ്പുഴ 209 കിലോമീറ്റർ. പമ്പ നദി 176 കിലോമീറ്റർ. 169 കിലോമീറ്റർ ചാലിയാർ നദി. ഇപ്പോൾ ചാലക്കുടി പുഴയുടെ നീളം എത്രയാണ്? 145.5 കിലോമീറ്റർ. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലക്കുടി പുഴ. ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചാലക്കുടി പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നും. പെരിയാർ നദിയിലാണ് പതിക്കുന്നത്. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പെരിയാറിൽ പതിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ. എത്രയാണ് നീളം? 145.5 കിലോമീറ്റർ. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടി പുഴയാണ്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ 145.5 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് ചാലക്കുടി പുഴ. ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നും പതിക്കുന്നത് എവിടെയാണ്?
പെരിയാർ നദിയിലാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയും ചാലക്കുടി പുഴയാണ്. അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മൊഴി. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മൊഴി. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല ചാലക്കുടി പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തല. എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മൊഴി. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. ഷോളയാർ, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ് ഉള്ളത്. ചാലക്കുടി പുഴ നമുക്ക് ഒന്നുകൂടി നോക്കാം. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ 145.5 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് ചാലക്കുടി പുഴ. ഉത്ഭവം എവിടെയാണ്? ആനമല. പതിക്കുന്നതോ? പെരിയാർ നദിയിലാണ്. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയും ചാലക്കുടി പുഴയാണ്. അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മൊഴി. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല ചാലക്കുടി പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. അടുത്തത് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയാണ് നെയ്യാർ. എത്രയാണ് നീളം? 56 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയാണ് നെയ്യാർ. നീളം എത്രയാണ്? 56 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയായ നെയ്യാറിൻ്റെ നീളം എത്രയാണ്? 56 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നും. പ്രധാനപ്പെട്ട പോഷക നദികളാണ് കല്ലാർ, കരവലയാർ തുടങ്ങിയവ. നെയ്യാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കല്ലാറും കരവലയാറും. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ്. മരക്കുന്നം ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറിൻ്റെ തീരത്താണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാർ തീരത്താണ്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. നെയ്യാർ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. കേരളത്തിലെ 56 കിലോമീറ്റർ നീളമുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയാണ് നെയ്യാർ. ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കല്ലാറും കരവലയാറും. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ്. പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് പ്രധാന ചോദ്യങ്ങൾ നോക്കാം. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. പെരുമ്പുഴ, പയസ്വിനിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. പെരുമ്പുഴ, പയസ്വിനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ എവിടെയാണ്? കാസർഗോഡ് ജില്ലയിൽ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലട നദി. പാലരുവി വെള്ളച്ചാട്ടം കല്ലട നദി. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. പെരുമ്പുഴ, പയസ്വിനിപ്പുഴ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. OV വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ. OV വിജയൻ്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. പെരുമ്പുഴ, പയസ്വിനിപ്പുഴ, ചന്ദ്രഗിരിപ്പുഴ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലട നദി. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. OV വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ച നദി ഏതാണ്? ഇരുവഞ്ഞിപ്പുഴ. SK പൊറ്റക്കാടിൻ്റെ
നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ച നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. ചാലിയാറിൻ്റെ പോഷക നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? കോരപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ. മാട്ടൂൾ എന്നറിയപ്പെടുന്ന നദിയാണ് കുപ്പൻ നദി. കുപ്പൻ നദി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മാട്ടൂൾ. കുപ്പൻ നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? കേരളം, കർണാടകം. കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന കുപ്പൻ നദി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മാട്ടൂൾ എന്ന് അറിയപ്പെടുന്നു. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ച നദിയാണ് കോരപ്പുഴ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതി പ്രതിപാദിച്ച നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കാര്യങ്കോട് പുഴ. തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാര്യങ്കോട് പുഴ. കൊടുങ്ങരംപള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. കൊടുങ്ങരംപള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? അട്ടപ്പാടി. തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാര്യങ്കോട് പുഴ. കുപ്പൻ നദി ഒഴുകുന്നത് കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. 240 ആകെ കബനിയുടെ നീളം 240 കേരളത്തിൽ നിന്നും 56.6 കിലോമീറ്റർ. കബനിയുടെ ആകെ നീളം 240 കിലോമീറ്ററും കേരളത്തിൽ ഒഴുകുന്നത് 56.6 കിലോമീറ്ററുമാണ്. കബനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തൊണ്ടാർമുടി. കബനി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിയിൽ വെച്ചാണ്. പതിക്കുന്നത് കാവേരി നദിയിൽ. തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിച്ച് 56.6 കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകി പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്. ആകെ നീളം എത്രയാണ്? 240 കിലോമീറ്ററാണ്. കപില എന്നറിയപ്പെടുന്ന നദിയാണ് കബനി. കബനി നദി എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? കപില എന്ന് അറിയപ്പെടുന്നുണ്ട്. കബനി നദി കാവേരിയുമായി ചേർന്ന സ്ഥലമാണ് തിരുമക്കുടലു നരസിപുര. കർണാടകയിലെ തിരുമക്കുടലു നരസിപുര എന്ന സ്ഥലത്ത് വെച്ചാണ് കബനി നദി കാവേരിയുമായി ചേരുന്നത്. കബനി നദി പതിക്കുന്നത് കാവേരിയിലാണ്. ഉത്ഭവം എവിടെയായിരുന്നു? തൊണ്ടാർമുടിയായിരുന്നു. കേരളത്തിലൂടെയുള്ള നീളം എത്രയാണ്? 56.6 കിലോമീറ്ററാണ്. കപില എന്നും അറിയപ്പെടുന്നുണ്ട്. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനി. എന്നാൽ കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ. വളപട്ടണം പുഴ ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാർ, ഭവാനി. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാറും ഭവാനിയും. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാർ. തലയാർ എന്നാണ് പാമ്പാർ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ ഏറ്റവും നീളം കൂടിയത് കബനിയാണ്. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പാമ്പാറാണ്. പാമ്പാറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണ് പാമ്പാർ. ഏറ്റവും വലുത് കബനി, ഏറ്റവും ചെറുത് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം ഇവയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാമ്പാർ നദിയിലാണ്. ആകെ നീളം എത്രയാണ്? 31 കിലോമീറ്റർ. പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്ററാണ്. കേരളത്തിൽ ഒഴുകുന്നത് എത്രയാണ്? 25 കിലോമീറ്ററാണ്. കാവേരി നദിയിലാണ് പതിക്കുന്നത്. കബനിയും പാമ്പാറും പതിക്കുന്നത് കാവേരി നദിയിലാണ്. തലയാർ എന്നാണ് തുടക്കത്തിൽ പാമ്പാർ അറിയപ്പെട്ടത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. തൂവാൻ വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. ആകെ നീളം 31 കിലോമീറ്ററും കേരളത്തിലൂടെ 25 കിലോമീറ്ററുമാണ് ഒഴുകുന്നത്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഭവാനി. ഭവാനിയിലാണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിലെ മഞ്ഞ നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ. ഭവാനി നദി ഒഴുകുന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭവാനി നദി. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി നദി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി നദി. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. നമുക്ക് ഒന്നുകൂടി നോക്കാം. ചാലിയാറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. 169 കിലോമീറ്ററാണ് നീളം. ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ വെച്ച്. പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അറബിക്കടലിലാണ് ചാലിയാർ നദി പതിക്കുന്നത്. ചാലിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയായിരുന്നു? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. കല്ലായി പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചാണ്. കേരളത്തിൽ വായു ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ.എ. റഹ്മാനാണ്. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗ്വാളിയർ റയോൺ സ്മവർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ, പതിക്കുന്നത് അറബിക്കടൽ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഏക നദീതീരമാണ് ചാലിയാർ. അടുത്തത് ചാലക്കുടിപ്പുഴ. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ 145.5 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ്. ഉത്ഭവം ആനമല, പതിക്കുന്നത് പെരിയാർ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയുമാണ് ചാലക്കുടിപ്പുഴ. അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. ജലസേചനത്തിനായി ചാലക്കുടിപ്പുഴ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർമൊഴി. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. അടുത്തത് നെയ്യാർ. നെയ്യാറാണ് നമ്മൾ പഠിച്ചത്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയാണ് നെയ്യാർ. 56 കിലോമീറ്റർ. ഉത്ഭവം അഗസ്ത്യമല. പ്രധാനപ്പെട്ട പോഷക നദികളാണ് കല്ലാർ, കരവലിയാർ. മരക്കുന്ന് എന്നിവ സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം നെയ്യാറിൻ്റെ തീരത്താണ്. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. പെരുമ്പുഴ, പയസിനിപ്പുഴ, ചന്ദ്രഗിരിപ്പുഴ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതി ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. O.V. വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ. S.K. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ച നദി ഏതാണ്? ഇരുവഞ്ഞിപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മലയിൽ പ്രതിപാദിച്ച നദിയാണ് കോരപ്പുഴ. മാട്ടൂൾ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കുപ്പൻ നദി. കുപ്പൻ നദി ഒഴുകുന്നത് കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കാര്യങ്കോട് പുഴ. കൊടുങ്ങരംപുള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി നദിയിൽ. കേരളത്തിൽ കിഴക്കോട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. 240 കിലോമീറ്ററാണ് നീളം. കേരളത്തിലൂടെ 56.6 കിലോമീറ്ററാണ് ഒഴുകുന്നത്. ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിയിലാണ്. പതിക്കുന്നത് കാവേരി നദിയിലാണ്. കപില എന്നും അറിയപ്പെടുന്നുണ്ട്. കബനി നദി കാവേരിയുമായി ചേർന്ന സ്ഥലമാണ് കർണാടകയിലെ തിരുവക്കുടലു നരസിപുര. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാർ, ഭവാനി. കബനി നദി ഒഴുകുന്നത് എവിടേക്കാണ്? കർണാടകയിലേക്കും. എന്നാൽ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് പാമ്പാർ, ഭവാനി. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ. പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്റർ. കേരളത്തിലൂടെ 25 കിലോമീറ്റർ വരെ ഒഴുകുന്നുണ്ട്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭവാനി. കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ. ഭവാനി നദി ഒഴുകുന്ന ജില്ലയാണ് പാലക്കാട്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ.
കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭവാനി നദി. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സൊക്കെ നമ്മൾ ഒരുവിധം ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.